സ്വപ്നങ്ങൾ കണ്ടാണ് വിദേശ ജോലിക്ക് പോകുന്നവരെല്ലാം വിമാനം കയറുന്നത്. നാട്ടിലെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്ത് വയസ്സാകുമ്പോൾ സമാധാനത്തോടെ കഞ്ഞി കുടിച്ച് കിടക്കാനുള്ള അവസ്ഥയെങ്കിലും ഉണ്ടാകണം എന്ന് മാത്രമായിരിക്കും അപ്പോൾ ചിന്തിക്കുക. പണ്ട് വിമാനം കയറുന്നവർ ഭൂരിഭാഗവും പുരുഷന്മാരായിരുന്നുവെങ്കിൽ ഇന്ന് സ്ത്രീകളും ജോലി തേടി പോകുന്നുണ്ട്. പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിലേക്ക് വീട്ടുജോലിക്കായും കുട്ടികളെയും മുതിർന്നവരെയും ശുശ്രൂഷിക്കാനുമായുമൊക്കെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ പോകുന്നുണ്ട്. എന്നാൽ അവരിൽ പലരും വീട്ടുടമകളുടെ ക്രൂരമായ മാനസിക ശാരീരിക പീഡനത്തിന് ഇരയാകുന്നുണ്ടെന്നത് അധികമാരും അറിയുന്നില്ല. ഇപ്പോഴിതാ അതുപോലെ പീഡനത്തിന് ഇരയായ വയനങ്ങാട് മീനങ്ങാടിയിലെ ഒരു പാവം വീട്ടമ്മയുടെ മരണവാർത്തയാണ് വീട്ടുകാരെ തേടിയെത്തിയിരിക്കുന്നത്. 6 മാസം മുൻപാണ് വീട്ടിലെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കുവാൻ മീനങ്ങാടി കാക്കവയൽ ആട്ടക്കര വീട്ടിൽ വിജയന്റെ ഭാര്യ അജിത കുവൈത്തിലെ സുലൈബിയിലേക്ക് വിമാനം കയറിയത്. എറണാകുളത്തെ ഏജൻസി വഴി വീട്ടുജോലിക്കായിട്ടായിരുന്നു അജിത പോയത്. എന്നാൽ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും വീട്ടുടമയായ സ്ത്രീയുടെ പീഡനത്തിന് ഇരയാവുകയായിരുന്നു അജിത. ആ സ്ത്രീ കൃത്യമായി ഭക്ഷണം പോലും നൽകാറില്ല എന്നതടക്കം വീട്ടുകാരെ അജിത അറിയിച്ചിരുന്നു. പിന്നാലെയാണ് ഏപ്രിലിൽ സ്പോൺസറുമായി ചില പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായതായി ഏജൻസിയിൽ നിന്നും അജിതയുടെ വീട്ടുകാരെ അറിയിച്ചത്. പിന്നീട് ജോലിക്ക് നിന്നിരുന്ന സ്ത്രീയുടെ മകളുടെ വീട്ടിലേക്ക് അജിതയെ മാറ്റുകയും ചെയ്തു. അവിടെയും വീട്ടുജോലിക്കായിട്ട് തന്നെയാണ് അജിതയെ എത്തിച്ചത്. എന്നാൽ അവിടെയും പീഡനമാണെന്ന് വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കണ്ണീരോടെയാണ് അജിത പറഞ്ഞത്. ഇനി ഇവിടെ നിൽക്കാനാകില്ലെന്നും വീട്ടിലേക്ക് തിരിച്ചു വരികയാണെന്നുമാണ് അവസാനം ഫോണിൽ വിളിച്ചപ്പോൾ അജിത പറഞ്ഞത്. നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണെന്നും അജിത പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഫോണിൽ വിളിക്കുകയോ സന്ദേശങ്ങൾ ലഭിക്കുകയോ ഒന്നും ചെയ്തില്ല. പരിഭ്രാന്തരായ വീട്ടുകാർ ഏജൻസിയെ വിളിച്ചപ്പോൾ ഫോൺ വീട്ടുടമ വാങ്ങിവെച്ചതായും 18-ന് നാട്ടിലേക്ക് മടങ്ങുവാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും അറിയിക്കുകയായിരുന്നു. എന്നാൽ 19 ഫോണിൽ ലഭിച്ചില്ല. തുടർന്നാണ് അവിടുന്ന് മടങ്ങിയിട്ടില്ലെന്നും അറിയാൻ കഴിഞ്ഞത്. പിന്നീട് മൃതദേഹം കയറ്റി അയക്കുന്ന ട്രാവൽസിൽ നിന്നും അജിതയുടെ മകളുടെ ഫോണിലേക്ക് വിളിയെത്തുകയും 17-ന് അജിത മരിച്ചതായും അറിയിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഏജൻസിയെ ഫോണിൽ വിളിച്ചെങ്കിലും അവർ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി. പിന്നീട് വിളിച്ച് വീട്ടുടമയുടെ മകളുടെ വീട്ടിലെ ഷെഡിൽ അജിത തൂങ്ങി മരിച്ചെന്നും അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അജിതയുടെ ഭർത്താവ് വിജയൻ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയത്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് പീഡനങ്ങളാണെന്നും ഭക്ഷണം പോലും തരാറില്ലെന്നും വീട്ടുടമയായ സ്ത്രീ താടിയിലിനടക്കം ഇടിച്ചെന്നും ബന്ധുവിനോട് അജിത പറഞ്ഞിരുന്നു. ഇതടക്കം ചൂണ്ടിക്കാണിച്ചാണ് അജിതയുടെ ഭർത്താവ് പരാതി നൽകിയിരിക്കുന്നത്. ഭാര്യയെ അപായപ്പെടുത്തിയതായി സംശയിക്കുന്നുവെന്നും മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഭർത്താവ് വിജയൻ നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.